ഹലോ, ഫ്ലെക്സ് തന്നെ കാരണം യെസ്. അതിനേക്കാട് 500 അടിയാണ് വെച്ചിരുന്നത്. നമ്മൾ ചുരുങ്ങി 700 അടിയിൽ വെക്കണം. ആ നീലേ മഞ്ഞ വെക്കടാ. മഞ്ഞില് ക്ലിയർ ആയിരിക്കണം. ഓക്കെ. ആ ഏ പൈസ അത് റെഡിയാക്കാം. പൈസ റെഡിയാക്കാം. അതിന്റെ പൈസ ഇല്ല, ഞാൻ തരും കേട്ടോ. ഓക്കെ, തരാം. റജിനാസാൻക്ക് ഇന്നിങ്ങാട്ടി വല്ല അറിവാണല്ലോ ഫുട്ബോളിനെ കുറിച്ച്. എന്ത് ചെയ്യാനാണ്, എല്ലാത്തിനും നമ്മൾ തന്നെ വേണം. ഇന്നലെ ഞങ്ങൾ 400 റണ്ണിന് വെച്ച്. അപ്പൊ ഇന്നലെ അർജന്റീനക്കാര് 600 റണ്ണിന് വെച്ച്. നാളെ ഞങ്ങൾ 700 വെക്കും. അന്റെ കണ്ണിനെന്താ പറ്റി? എടാ, അത് കളി കണ്ടിരുന്നിട്ടേ ഫുള്ള് കളി കണ്ടിരിക്കല്ലേ. എന്ത് കളി? ഫുട്ബോൾടാ, അല്ല എന്ത്. അനക്ക് ഇത്ര അറിവാണെങ്കിൽ ബ്രസീൽ ടീമത്തെ 5 ആൾക്കാരുടെ പേരൊന്ന് പറഞ്ഞിച്ച്. ഇതൊന്ന് സിമ്പിൾ ക്വസ്റ്റ്യനാ, കുറച്ചുകൂടി ടഫ് ഉള്ളത് ചോദിക്കണം. റാഫിന, മാർക്കിനോസ്, വിനീഷ്യസ്, റോഡ്രിഗോ, എൻട്രിക്ക്. എടാ ഭയങ്കര അർജന്റീനത്തെ 5 ആൾക്കാരുടെ പേരൊന്ന് പറഞ്ഞു. അർജന്റീന 5 ആൾക്കാര്: മെസ്സി, നസി, പിന്നെ ഫെർണാണ്ടസ്, പിന്നെ ഒറ്റമൈനല്ലടാ പൊട്ടാ, ഒറ്റമന്റെ ആയിരുന്നല്ലേ. എനിക്കറിയാം, ചെറുതായിട്ടൊന്നും പറയാം. എന്നാ കഴിഞ്ഞ വർഷം വാലന്റിയർ ആർക്കാ കിട്ടിയത്? അത് നമ്മൾ ഉസ്മാനി. ഏത് ഉസ്മാൻ? നമ്മളെ വീടിന്റെ ഉസ്മാനോ? അല്ലടാ, മറ്റേ ഉസ്മാൻ. എന്ത് ഉസ്മാൻ? ഉസ്മാൻ ഡംബലെ? അതന്നെ, ഓന. അറിയില്ലല്ല. അപ്പൊ സത്യം പറഞ്ഞ ലാസ്റ്റ് എന്നോട് ചോദിക്കാണ്, ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് അടിച്ച ടീം ഏതാ? എന്ത് ക്വസ്റ്റ്യനാടാ ഇങ്ങനെ? ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കാം, അതും ഫുട്ബോളിനെ കുറിച്ച് എല്ലാം അറിയുന്ന, വേൾഡ് കപ്പും എല്ലതും കാണുന്ന എന്നോടാണ് നീ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. എടാ പോടാ, അത് ഇംഗ്ലണ്ട്. അല്ല പിന്നെ ആരാ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് അടിച്ചത്? ഇജു അല്ലേ ഫുട്ബോൾ ഫാൻ? എല്ലാ കളിയും കാണാറുണ്ടല്ലേ ജി? അതെ, എല്ലാ കളിയും. എനിക്ക് മനസ്സിലായി എന്റെ വാർത്തത്തിൽ നിജ എല്ലാ കളിയും കാണലുണ്ട് എന്നിട്ടാ. സത്യം പറഞ്ഞാൽ എനിക്ക് ഫുട്ബോളിനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലേ. എടാ, ഒന്നും അറിയില്ല. വേൾഡ് കപ്പ് ആയിട്ട് എല്ലാരും ഒന്ന് മെയിൻ ആണ് കൊടുത്ത്, ഞാനൊന്ന് മെയിൻ ആയതാ. അത് മനസ്സിലായി. നീ ആരോടും പറഞ്ഞട്ടാ. ഫ്ലെക്സിന് പൈസ കൊടുത്തിങ്ങനെ, എന്റെ പൈസയും പോയി.